മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ നമുക്കൊക്കെ പ്രിയപ്പെട്ട പപ്പായ അഥവാ ഓമയ്ക്ക് വളം ചെയ്യുന്ന രീതിയാണ്. പലരും ഓമയ്ക്ക് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യത്തില്ല. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പഴമാണ്. അതുപോലെ തന്നെ പഴമായിട്ടും പച്ചക്കറിയായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിള ആണ്. ആ വിളയ്ക്ക് നല്ല സംരക്ഷണം കൊടുത്താൽ വലിയ ഭാരമുള്ളതും സ്വാദിഷ്ടമായ ഓമയ്ക്ക പപ്പായ നമുക്ക് കിട്ടും. അതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ ഓമ എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക്, പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക് ഒക്കെ ഭക്ഷണം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അപൂർവം ചില വിളകളിലൊന്നാണ് ഓമ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു സംരക്ഷണം കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതിനുള്ള രീതികളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ മഴക്കാല ആരംഭത്തോടെ നമ്മുടെ എല്ലാ വൃക്ഷങ്ങളുടെയും ചുവട്ടിൽ കാടുമൊക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഓമയുടെ ചുവട്ടിലെ കാടുമൊക്കെ നീക്കം ചെയ്ത് ഈ ഓമ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ തന്നെയുള്ള തീരുമാനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഞാനിപ്പോൾ പങ്കുവെക്കുന്നത്. നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് മനസ്സിലാക്കാം. ഈ ഓമയുടെ ചുവട്ടിലെ കാട് എല്ലാം നമ്മൾ നീക്കം ചെയ്തിട്ടുണ്ട്. കാടൊക്കെ നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ ഇട്ടതെന്ന് വെച്ചാൽ എല്ലുപൊടി, നമുക്കറിയാം എല്ലാ വിളകൾക്കും നമ്മൾ എല്ലുപൊടി ഇടാറുണ്ട്. എല്ലുപൊടി നമ്മൾ ഇട്ടു. എല്ലുപൊടിക്ക് ശേഷം നമ്മൾ കോഴിവളം നമ്മൾ ഇട്ടിട്ടുണ്ട്. കോഴിവളം ഓമയ്ക്ക് വളരെ നല്ലതാണ്. അല്പം ദൂരെ കൂട്ടിയ കോഴിവളം നമ്മൾ ഇടാവൂ എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതിനുശേഷം നമ്മൾ ഇട്ടത് അല്ലെങ്കിൽ ഇടാൻ പോകുന്നത് ഇത് ചാരമാണ്. ചാരം വളരെ കുറച്ച് മാത്രമേ ഓമയ്ക്കിടാവൂ. കാരണം ഓമ പഴുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ചാരത്തിനകത്ത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന പൊട്ടാഷാണ്. അപ്പോൾ പൊട്ടാഷ് വളങ്ങൾ ചാരം ഇടുന്നുണ്ട്. എല്ലാ വിളകൾക്കും വളരെ കുറച്ച രീതിയിൽ നമ്മൾ ചാരം ഇടാവും. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് ഇത് കുമ്മായമാണ്. ഈ കുമ്മായം ഇത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളത്തിനകത്ത് ഈ കുമ്മായം നമ്മൾ ഇട്ട് നമ്മളത് ഭംഗിയായിട്ട് വെള്ളത്തിനകത്തിട്ട് കലക്കുകയാണ്. വെള്ളത്തിനകത്തിട്ട് കലക്കി കലക്കിയതിന് ശേഷം ഇതിൻ്റെ ചോട്ടിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു 6 മാസത്തിൽ ഒരിക്കൽ നമ്മളിത് ചെയ്തു കൊടുക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ചോട്ടിൽ, ഇപ്പോൾ വളമൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇതിൻ്റെ ചോട്ടിൽ അല്പം മണ്ണിടേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മണ്ണും വളവും ഒക്കെ ഇട്ടു. ഇനി ഇതിൻ്റെ വേരുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തോലിടുകയാണ്. തോൽ അതായത് പുതപ്പിടുക. 2 കാര്യങ്ങളാണ്. ഒന്ന്, വെള്ളം ശക്തമായി വീണ് നമ്മൾ ഇട്ട വളം ഒരുപാട് ആഴത്തിലേക്ക് പോകാതിരിക്കാനും ഈർപ്പം നിലനിർത്താനും, ഒപ്പം നമ്മളിടുന്ന തോല് അഴുകി ജൈവവളക്കൂട്ടായി മാറുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ തോലിട്ട് കൊടുത്തു. ഈ തോലും അഴുകി ഭാവിയിൽ വളമാവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സാധാരണ ഓമമരങ്ങളെല്ലാം തന്നെ ഒറ്റ തടിയായിട്ട്, ഒരു തടിയായിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടുള്ളത്. എന്നാൽ ഇതിന് 3 ശിഖരങ്ങളുണ്ട്. അപ്പോൾ ഈ 3 ശിഖരങ്ങൾ നമ്മൾ വളർത്തിയെടുത്തതാണ്. ഒറ്റ തടിയായി പോയ ഓമ 3 ശിഖരങ്ങളാക്കി വളർത്തിയെടുത്തതാണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ ഓമ നിൽക്കുന്നത് റോഡിൻ്റെ സൈഡിലാണ്, റോഡിനോട് ചേർന്നാണ്. ഓമയുടെ തണ്ടുകൾ വളരെ ദുർബലമായതുകൊണ്ട് വലിയ കായ്കൾ ഈ ശിഖരങ്ങളിൽ ധാരാളമായിട്ട് ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ തന്നെ ഇത് പൂക്കണ്ണിയായി, ഇത് വളരെ പെട്ടെന്ന് കായ്ഫലമാകും. അതിൻ്റെ ഭാരം താങ്ങാനൊക്കാതെ വന്ന് ശിഖരങ്ങൾ ഒടിഞ്ഞ് റോഡിലോട്ട് വിടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ഇപ്പോഴൊരു സൂത്രം ചെയ്യുകയാണ്. അതുകൂടെ നമുക്ക് നോക്കാം. അതിന് വേണ്ടത്, നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു തൊണ്ടാണ്. നമ്മൾ തൊണ്ട് കൊണ്ടാണ് ഒരു സൂത്രം ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു കെട്ട് കെട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ കെട്ടുള്ളത് കൊണ്ട് ഈ ഓമ ക്രമേണ ഇങ്ങോട്ട്, അതായത് ഈ പുരയിടത്തിൻ്റെ നേർക്ക് വളർന്നു വരും. അപ്പോൾ ഒരു ചായ്വ് വരും. ആ ചായ്വ് വരുന്ന ഓമയ്ക്കയുടെ ഭാരം നിമിത്തം ഒരു പക്ഷേ ഒടിഞ്ഞു വീണാൽ റോഡിലോട്ട് ഈ ഓമ വീഴത്തില്ല. ചെറിയ ഉയരത്തിൽ തന്നെ കായ്ഫലം ലഭിക്കാനാണ് 3 ശിഖരമായിട്ട് വെട്ടിവിട്ടത്. അപ്പോൾ ഇങ്ങനെ ഓരോ മാസവും ആവും തോറും കുറച്ചുകൂടെ മുറുക്കി ഈ കയർ അയച്ച് കിട്ടും. അങ്ങനെ കിട്ടുന്നുണ്ടേ ഓമ അങ്ങോട്ട് ചെറിയ വളവ് വരും. ഒരു കാരണവശാലും കായ്കൾ റോഡിലോട്ട് വീഴത്തില്ല, ഒടിഞ്ഞ് വീഴത്തില്ല. തൊണ്ട് വച്ചിരിക്കുന്നത് ഈ കെട്ടുകൊണ്ട്, ഈ കയറിൻ്റെ ഉരസൽ മൂലം ഓമയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഓമകൾ സംരക്ഷിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ല സ്വാദിഷ്ടമായ ഓമയ്ക്കാപ്പഴം, പപ്പായ നമുക്ക് കഴിക്കാൻ സാധിക്കും. ഇല കോഴികൾക്ക് ഭക്ഷണമാണ്, കായ്കൾ കോഴികൾക്ക് ഭക്ഷണമാണ്, പക്ഷിമൃഗാദികൾക്ക് എല്ലാം തന്നെ, മനുഷ്യർക്കെല്ലാം തന്നെ ഭക്ഷണമാണ്. ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പൂർണ്ണമായ സഹകരണവും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.